ഇടമലക്കുടിയിലെ ഗോത്ര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി അടച്ചുറപ്പുള്ള വീടുകൾ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 131 വീടുകളാണ് ഇടമലക്കുടിയിൽ പൂർത്തിയായത്. ചോർന്നൊലിച്ചിരുന്ന കുടിലുകളിൽ നിന്ന് സർക്കാർ കരുതലിൽ അന്തിയുറങ്ങാൻ കഴിയുന്നതിന് സന്തോഷത്തിലാണ് ഇടമലക്കുടിയിലെ 131 കുടുംബങ്ങൾ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നിവാസി മുരുകരാജും കുടുംബവും അടക്കം 131 പേർക്ക് കളർഫുൾ ഓണമാണ് ഇത്തവണത്തേത്. സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് ഈ ഓണത്തിന് മാറി താമസിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവരെല്ലാവരും. കനത്ത മഴ മൂലം പണിക്കിടയ്ക്ക് തടസ്സം നേരിട്ടെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വീട്ടിലേക്ക് ജീവിതം ആരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഷെഡ്ഡുകുടിയിലെ മുരുകരാജും കുടുംബവും. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു വീടും ഇതുപോലെ വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉദ്ദേശം ഈ ഓണത്തൊക്കെ ഞാൻ കൂടി താമസിച്ച് മാറാൻ വേണ്ടിയിരിക്കുക. മഴക്കാലത്തോട് വെച്ചാൽ ഈ കട്ടയും കമ്പിയും തകരം സീറ്റൊക്കെ കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര താമസമായി ഈ കൊല്ലം. അല്ലെങ്കിൽ നേരത്തെ നടന്നാനേ മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റുകാർക്ക് കല്ലും മറ്റേ ഇതുപോലെ ഉരുളിട്ട് വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. റോഡ് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ അരിയും കൂടി വരാൻ ഇത്ര സാധ്യത കുറവാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയാണ് ഗോത്രവർഗ നിവാസികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത്. വിദൂര ഗോത്രവർഗ മേഖലയായ ഇടമലക്കുടിയിലെ 28 കുടികളിലും സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരം ആധുനിക രീതിയിലുള്ള വീടുകൾ ഉയർന്നു കഴിഞ്ഞു. 131 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. ലൈഫ് പദ്ധതിയിൽ 276 വീടുകൾക്കാണ് കരാർ ഏർപ്പെട്ടത്. ലൈഫ് രണ്ടാം ഘട്ടത്തിൽ 131 വീടുകളും പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള അഡീഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 31 ഭവനങ്ങളും ലൈഫ് 2020 പദ്ധതി പ്രകാരം 110 വീടുകളുമാണ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. 421 വീടാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത്. 6.48 കോടി രൂപ ഇതുവരെ ഇടമലക്കുടി പഞ്ചായത്തിൽ പദ്ധതിക്കായി ചിലവഴിച്ചു. കരാർ ഉൾപ്പെട്ട ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ.